ഗൈസ്, വെൽക്കം ടു കീർത്തന ടൈം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വ്ളോഗിനായിടുവന്ന്. അപ്പൊ ഇന്ന് അതാണ് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പം എടുത്തു വെക്കേണ്ട സാധനങ്ങൾ, ബുക്ക്, അങ്ങനത്തെ സ്റ്റേഷനറി, നമുക്ക് പൗച്ചിൽ എന്തൊക്കെ വെക്കണം, എന്തൊക്കെ കൈ കരുതണം സേഫ്റ്റിക്ക് വേണ്ടി, അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പൊ എന്റെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഇതേപോലെ തന്നെ സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം പനിയോ തണ്ടവേദന എന്തെങ്കിലും വരും. അതേപോലെ തന്നെ ഇപ്രാവശ്യം സംഭവിച്ച്. അപ്പൊ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, നമുക്ക് വീഡിയോ എടുക്കണം. അപ്പം ആദ്യം ബാക്ക് ടു സ്കൂൾ പാക്കിംഗ് എന്ന് പറയുമ്പോൾ അത് ബാഗ് ഇല്ലാതെ പറ്റൂല. അപ്പം ഇതെന്റെ പുതിയ ബാഗല്ല, +1 വാങ്ങിയ ബാഗാണ്. +1 ഇത് പുതിയതായിരുന്നു. അപ്പം ഈ ബാഗിലാണ് ഞാൻ എൻ്റെ എല്ലാം കൊണ്ടുപോകണം. എനിക്ക് അങ്ങനെ ലഞ്ച് കിറ്റ് അങ്ങനെയൊന്നുമില്ല. ഇതിൽ തന്നെ ഞാൻ ഫുഡും എല്ലാം കൊണ്ടുപോകണത്. അപ്പം അതിൽ ഒരു 4 റോയുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ സാധനങ്ങൾ വെക്കണേ. അപ്പോൾ ഫസ്റ്റ് റോയിൽ തന്നെ ഇവിടെ കുറച്ച് കീ ചെയിനൊക്കെ ഉണ്ട്. ഇതെൻ്റെ ചേച്ചി ഉണ്ടാക്കി തന്ന കീ ചെയിനാണ്. പിന്നെ ഇത് 2 അല്ലാതെ ആയിരുന്നു. പിന്നെ 1 കൂടി ഉണ്ട് ഗൈസ് കീ ചെയിൻ, പക്ഷെ അത് കാണാനില്ല. ഞാൻ ഇപ്പം നോക്കിയപ്പോഴാണ് ബാഗിൽ ഇല്ല അത്. എന്തായാലും കുഴപ്പമില്ല, ഇത് 3 ഉണ്ട്. ഇനി നമുക്ക് ഈ അറയിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. അപ്പം നമ്മൾ ഈ റോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് റോ. ഇതിൽ ആദ്യം വെക്കുന്നത് എൻ്റെ പേഴ്സ് ആണ്. ഇതിലാണ് എൻ്റെ പൈസ എല്ലാം വെക്കണം, കാരണം എനിക്ക് ഈ പേഴ്സ് വേണം. ഞാൻ എന്നും KSRTCയിലാണ് സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നത്. രാവിലെ ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിലാണ് എൻ്റെ ക്യാഷ് ഒക്കെ വെക്കണത്. നെക്സ്റ്റ്, എല്ലാവർക്കും അറിയാം, സാനിറ്ററി നാപ്കിൻ. അത് ഒരെണ്ണം എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം, നമുക്ക് ആവശ്യമാണല്ലോ. അതിനാണ് ഗൈസ്. അപ്പം ഞാൻ അടുത്തെടുക്കണ ചീപ്പാണ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ട്യൂഷന് പോകാം, അതുകൊണ്ട് അപ്പോഴേ മുടിയൊക്കെ കൊള്ളാം. അപ്പൊ സ്കൂളിൽ പോണതിന് മുമ്പ് ഒന്ന് ചീകാൻ വേണ്ടിയിട്ടാണ് ചീപ്പ്. പിന്നെ അടുത്ത് എൻഗേജിന്റെ പെർഫ്യൂം. ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ഞാൻ എവിടെ പോയാലും ഇത് കൊണ്ടുപോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ മണം, അതുകൊണ്ട് അതുമാണ് വെക്കണത്. അപ്പൊ ഫസ്റ്റ് അറയിൽ ഇത് ഇത്രേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് ആവശ്യമുള്ള സാധനം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി പിന്നും എന്തെങ്കിലും പാരസെറ്റമോൾ അങ്ങനത്തെ ഗുളികയൊക്കെ വെക്കാം. അത് ഞാൻ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്, ഇപ്പൊ ഞാൻ വച്ചില്ല. ഞാൻ മെയിൻലി എപ്പോഴും ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വെക്കണത്, അതുകൊണ്ടാണ് അത് കാണിച്ചത്. അപ്പൊ ഗൈസ്, ഇനി ഈ 2 അറയാണ്. ഈ നെക്സ്റ്റ് സെക്കൻഡ് അറയും പിന്നെ ലാസ്റ്റത്തെയും. അവിടെ 2 ഞാൻ ബുക്ക് മാറി മാറി വെക്കും. ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് അങ്ങനെയൊന്നും ഇല്ല, ഏതെങ്കിലും ഒക്കെയാണ് വെക്കണത്. ഈ അറയിൽ ഞാൻ വെക്കുന്നത് എൻ്റെ കാൽക്കുലേറ്റർ ആണ്. സയൻസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കാൽക്കുലേറ്റർ ഇല്ലാതെ പറ്റൂല. പിന്നെ ഞാൻ എൻ്റെ പൗച്ചിൽ ഓൾറെഡി 2 പെൻ ഇട്ടിരിക്കും. അത് കഴിഞ്ഞാലോ എന്ന് വെച്ച് ഞാൻ വീണ്ടും 2 പെന്ന് വയ്ക്കും, അത് കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ, മെയിൻലി ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും വെക്കുന്നത്. അപ്പം അതിനുള്ളതാണ്. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അറയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും ബുക്ക് കൊണ്ടുപോകണ്ട, എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. നാളെ നമുക്ക് ഉച്ച വരെ സ്കൂളുള്ളൂ, അതുകൊണ്ട് ഒന്നും പഠിപ്പിക്കില്ലായിരിക്കും. നാളെ ഫസ്റ്റ് ഡേ അല്ലേ. അപ്പം ഇപ്പം ഞാൻ അല്ലെങ്കിൽ 6 ബുക്കാണ്, ഞാൻ നോട്ട് ബുക്കാണ് കൊണ്ടുപോകണം, അത് അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പൗച്ച് അറേഞ്ച് ചെയ്യാം ഗൈസ്. ഞാൻ നെക്സ്റ്റ് അറേഞ്ച് ചെയ്യാൻ പോണത് എൻ്റെ പൗച്ചാണ്. വലിയ അറേഞ്ച്മെൻ്റ് ഒന്നും അല്ല, എന്നാലും ഞങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് 2 പെന്ന്, പിന്നെ ഇത് 2 കളർ പെന്നാണ്, റെഡും ബ്ലൂവും. പിന്നെ പെൻസിലുണ്ട്, ഷാർപ്പനർ ആൻഡ് ഇറേസർ, ഹൈലൈറ്റർ, സ്കെയിൽ, കറക്റ്റർ. ഗൈസ്, അപ്പം ഇനി നടുക്കത്തെ റോയാണ്. അതിൽ ഫുഡാണ് ഞാൻ വെക്കണത്. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഇത് എൻ്റെ കൂടെ 9ാം ക്ലാസ് തൊട്ടുണ്ട്. അമ്മ പറഞ്ഞത് മാറ്റാം, പക്ഷെ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തുറക്കണതും ഇത് കാണാനും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മാറ്റണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഇനി നെക്സ്റ്റ് എൻ്റെ വാട്ടർ ബോട്ടിൽ. കഴിഞ്ഞ വട്ടം എനിക്കൊരു വലിയ വാട്ടർ ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. അതേപോലെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വലിയ വാട്ടർ ബോട്ടിലല്ല, ഞാൻ ചെറുതാണ് മേടിച്ചത്. കാരണം ബുക്ക് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളെ +1 ടെക്സ്റ്റ് തന്നെ, +1 +2 ടെക്സ്റ്റ് ഒക്കെ നല്ല വലുതാണ്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പം അതിൻ്റെ കൂടെ വലിയ വാട്ടർ ബോട്ടിൽ പറ്റില്ല. അപ്പം സ്കൂളിൽ നിന്ന് വെള്ളം എടുക്കാമല്ല, അതുകൊണ്ട് ഞാൻ ഈ ചെറിയ പിങ്ക് വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പൊ അത് ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് രണ്ടും. ഇത് മിനി നോട്ട്ബുക്കാണ്. ഇതെനിക്ക് കഴിഞ്ഞ വട്ടം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ വാങ്ങാറില്ല, ഇത് ഉണ്ടാക്കാറാണ് പതിവ്. ഇത് ഞാൻ ഉണ്ടാക്കിയ മിനി ടൈം ടേബിൾ. ഇതിന്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഇത് രണ്ടും ഞാൻ ഫ്രണ്ടിൽ തറയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കണേ, നമ്മൾ എടുക്കാൻ എളുപ്പത്തിനാണ്. പിന്നെ ഇനി 2 സാധനങ്ങളുണ്ട്, അതിപ്പം ഈ മാസത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് കൊടയും തൊപ്പിയും. അപ്പം ഇത് രണ്ടും ഇടണതും നമ്മുടെ ഫ്രണ്ടിൽ ടെക്സ്റ്റ് ബുക്ക് വെക്കണം എന്ന് പറഞ്ഞില്ല, ആ അറയിൽ തന്നെയാണ് ഇപ്പൊ ഇടണേ. ഗൈസ്, അപ്പൊ ഇതാണ് എൻ്റെ സ്കൂൾ ബാഗ്. ഞാൻ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഇനി യൂണിഫോമും ഷൂസും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കാണിച്ചു. ഗൈസ്, അപ്പൊ ഇതാണ് എൻ്റെ യൂണിഫോം. അത് ഞാൻ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളേക്ക് വേണ്ടി. പിന്നെ എനിക്ക് ഐഡന്റി കാർഡ് ഓൾറെഡി ഉണ്ട്, കാരണം നമ്മുടെ സ്കൂളിൽ +1 +2 ഒരു ഐഡന്റി കാർഡ് ഉള്ള 2 ഇയറിനും ഒരു ഐഡന്റി കാർഡാണ്, അതുകൊണ്ട് അതുണ്ട്. പിന്നെ ഗൈസ്, ഷൂസും ചെരുപ്പും ഉണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് മഴ മാറുന്ന വരെ ചെരുപ്പ് തന്നെ ഇട്ടാൽ മതി. അതിനുശേഷം സ്കൂൾ ഷൂസ് ആണ്. പുതിയതൊന്നും വാങ്ങിയിട്ടില്ല, എനിക്ക് ഉണ്ടായിരുന്നത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ സ്കൂൾ കുട്ടികളും ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടുപോകണത്. അപ്പൊ നിങ്ങൾ ഇതിലുള്ള എന്തെങ്കിലും എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചോ. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുപോകണേ. അപ്പൊ നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ചോദിക്കാം. സ്റ്റഡി ടേബിളിന്റെ ടൂർ വല്ലതും വേണമെങ്കിലോ അറേഞ്ച്മെന്റ് ഒക്കെ കാണണമെങ്കിലോ അതും നിങ്ങൾക്ക് കമന്റ് ഇടാം, ആ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറെ കുട്ടികളൊക്കെ പറഞ്ഞായിരുന്നു സ്റ്റഡി ബേസ്ഡ് വീഡിയോസ് ചെയ്യണം, സ്റ്റഡി പ്ലാനർ ഒക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ കമന്റ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ അതും ഞാൻ ഇനി ചെയ്യണമായിരിക്കും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇനി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം, അല്ലാതെ എനിക്കറിയാൻ പറ്റത്തില്ല. ഗൈസ്, അപ്പൊ എൻ്റെ സ്കൂളിൽ ഞാൻ അക്സസറീസ് എന്ന് പറയുന്നത് ബണ്ണും 2 സ്ലൈഡും മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ സ്കൂളിൽ വലിയ മേക്കപ്പ് ഒന്നും അലോ ചെയ്യൂല. പിന്നെ കമ്മലൊക്കെ ചെറുതൊക്കെ ഇടാൻ സമ്മതിക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ എൻ്റെ അക്സസറി എന്ന് പറഞ്ഞ് കാണിക്കാം. പിന്നെ ഒരു വാച്ചും കൂടി ഉണ്ട്, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. കുറെ പേര് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാം. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.